2025 ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ട്രെൻഡായി നിൽക്കുന്ന ഒരു സംഭവമാണ് എന്ത്? വാഹനങ്ങളുടെ പിന്നാമ്പുറത്ത് ലഇൻ ശകർത്തും ലഅസീദന്നക്കും. പടച്ചോനെ വല്ലാത്ത ബ്യൂട്ടിഫുൾ വാക്ക് തന്നെയാണ്. ലഇൻ ശകർത്തും, നിങ്ങൾ നന്ദി ചെയ്താൽ ലഅസീദന്നക്കും, അത് നിങ്ങൾക്ക് ധാരാളമാക്കി അല്ലാഹു തആല നൽകും. നമ്മളെ ചെറുപ്പക്കാരെ ആളുകൾ പ്രത്യേകിച്ച് താറിന്റെ ബാക്കിലൊക്കെ അത് കാണുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. അത് എടുത്തവനക്ക് അങ്ങനെ കണ്ടിട്ട് പ്രത്യേകിച്ച് ഇന്ന് റീലുകളിലൊക്കെ വളരെയധികം തരംഗം സൃഷ്ടിക്കുകയാണ്. ഏത് ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ വലിയൊരാണെങ്കിൽ ആരാണെങ്കിലും ഒരു വാഹനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ എഴുത്തും ബാക്കിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പടച്ചോൻ എനിക്ക് തന്നതാണ് എന്നുള്ളത്. അതിന്റെ ശേഷമുള്ള ആയത്തിന്റെ ബാക്കി പൂരിപ്പിക്കണം ഇങ്ങനെയാണ്: പല ഇൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾ ആരെങ്കിലും നന്ദികേട് കാണിച്ച ഇന്ന അദാബി, തീർച്ചയായിട്ടും ശിക്ഷ ലശദീദ്, അത് വളരെയധികം കാഠിന്യമേറിയതാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ അതും കൂടി ചിന്തിക്കണം. അതുപോലെ തന്നെ പുതിയ വണ്ടി ആവണമെന്നൊന്നുമില്ല, സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പം ആ ആയത്തുണ്ടല്ലോ ലൈൻ ശക്കർത്തും ലാസീദന്നക്കും, അത് നല്ലപോർക്ക് ഭംഗിയായിട്ട് നല്ല ഫൗണ്ടിങ്ങിലായിട്ട് അറബി തന്നെ ഖുറാനിക വചനം ബാക്കിൽ എഴുതി അല്ലെങ്കിൽ വണ്ടിന്റെ മുമ്പിൽ എഴുതി, വല്ലാത്ത അത് പടച്ചോൻക്ക് തന്ന അനുഗ്രഹമായിട്ട് അതിന്റെ നിയമത്തെ നമ്മൾ ചെറുപ്പക്കാരിൽ വളരെയധികം അത് അതിന്റെ പ്രോത്സാഹനം പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. പക്ഷെ ഇൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്, നന്ദികേട് കാണിച്ച അത് വളരെയധികം ശക്തിയേറിയതായ ശിക്ഷയായിരിക്കുമെന്നാണ് റബ്ബ് പറഞ്ഞത്. ഇനി അതുപോലെ തന്നെ നമ്മൾ 2015-10 കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ, അതുപോലെ തന്നെ 2020 നമ്മളെ ലൈൻ ശക്കർത്തുൽ അസീദന്നക്കും എന്നുള്ള ഖുറാനിക ആയത്ത് നമ്മൾ ട്രെൻഡിങ് ആയുന്നതിന് മുമ്പ് നമ്മൾ എല്ലാവരും ഉപയോഗിച്ചിരുന്നൊരു വാക്കാണ് ഹാദാ മിൻ ഫളിലി റബ്ബി എന്നുള്ള ആയത്ത്. ഇതിന്റെ റബ്ബ് തന്ന അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് ഓട്ടോറിക്ഷക്കാരെ ബാക്കിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഓട്ടോറിക്ഷ, അതുപോലെ തന്നെ മറ്റുള്ള വാഹനങ്ങൾ, കാറ്, ബസ് ഇങ്ങനെ തുടങ്ങി മറ്റുള്ളതിലേക്ക് ഈ ഹാദാ മിൻ ഫളിൽ റബ്ബി എന്നുള്ള വാചകം എഴുതിച്ചിരുന്നു. അതിന്റെ ശേഷമുള്ളത് ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുറു. ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കിത് എന്റെ റബ്ബ് തന്നിട്ടുള്ളത്. ഈ ആയത്തിന്റെ അവസാനവും വളരെയധികം ഗൗരവമാണ്. പക്ഷെ നമുക്ക് പഠിച്ചോ തന്ന നിയമത്തിനെ മാത്രം നമ്മൾ പരമാവധി പറയാൻ പാടുള്ളൂ. കാരണം നമുക്ക് ഇങ്ങനെ എന്നെ പഠിച്ചോ എന്നെ മാത്രം പരീക്ഷിക്കണത്, ഇന്നെ മാത്രമാണ് ഇടങ്ങാറാക്കണത്, ഇന്നെ തന്നെ എൻ്റെ ഫാമിലിനെ മാത്രം ബുദ്ധിമുട്ടിക്കണത്, ആ ഒരു വാക്ക് നമ്മുടെ അടുത്ത് ഉണ്ടാവരുത്. പിന്നെ ഇന്ന് ഒരു എന്താ പറയാ, നമ്മൾ പച്ചമലയാളത്തിൽ പറയുകയാണെങ്കിൽ പായരം പറച്ചിൽ മാത്രം നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ആയത്ത് ഹാദാ മിൻ ഫളിൽ റബ്ബി ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുറു വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ആയത്ത്. നമ്മൾ വാഹനങ്ങളിലൊക്കെ വളരെയധികം ബോണസ് ആയിട്ട് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ഈ വാക്കുകൊണ്ട് മനസ്സറിഞ്ഞ് എഴുതി വെച്ചിരുന്നു. പ്രത്യേകിച്ച് 2010, 2015, അതുപോലെ 2005, അതുപോലെ 2020 ഈ കാലഘട്ടത്തിൽ ഇപ്പോഴും അത് ട്രെൻഡിങ് തന്നെയാണ് വാക്ക്. ഖുർആൻ ആയത്ത് ഇന്നും ട്രെൻഡിങ് തന്നെയാണ്. പക്ഷെ ഇന്നും അത് ആളുകൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ലൈൻ ചക്രത്തും ലാസീദന്നൊക്കെ ഇപ്പൊ നമ്മൾ റീൽസിലൊക്കെ നമ്മൾ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ താറിങ്ങനെ ഇത് വണ്ടി റീൽസിലൊക്കെ വളരെയധികം കത്തിക്കൊണ്ടിരിക്കണം. ഏതായാലും നമ്മൾ ഇതിന്റെ അർത്ഥം മിൻ ഫളിലി റബ്ബി ലിയബ്ലുവനി അഷ്കുറു മക്ഫുറു, ഹാദാ മിൻ ഫളിൽ റബ്ബി, ഇതിന്റെ റബ്ബിൽ നിന്ന് കിട്ടിയ നിഅമത്താണ്, അനുഗ്രഹമാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ വേണ്ടി. അഷ്കുറു മക്ഫുറു, ഞാൻ നന്ദി ചെയ്യുന്നവനാണോ, ഞാൻ നന്ദികേട് കാണിക്കുന്നവനാണോ, പടച്ചവനോട് നന്ദി കാണിക്കുന്നവനാണോ, അതുപോലെ തന്നെ ഈ അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ട് ഇതുകൊണ്ടുള്ള വേണ്ടാത്തരങ്ങളാണോ ചെയ്യുന്നത്? ഇതിന്റെ ആയത്തിന്റെ അവസാനം കൂടി ചിന്തിക്കുമ്പോഴാണ് അവിടെ പരിപൂർണ്ണമാവണത്. പക്ഷെ നമ്മൾ വീണ്ടും ആവർത്തിക്കുകയാണ്, പടച്ചവൻ നമുക്ക് തന്ന നിഅമത്തുകളാണ്. നമ്മൾ ആയത്തിന്റെ ശേഷമുള്ള നമ്മൾ പറയലില്ല, നമ്മൾ അർത്ഥം വായിക്കലില്ല, മനസ്സിലാക്കലില്ല. പക്ഷെ നമ്മൾ നിഅമത്ത്, പടച്ചവൻ തന്ന നിഅമത്ത്, അനുഗ്രഹങ്ങളെ വെച്ചിട്ട് അല്ലാഹു തആലയോട് ചോദിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്കും ഈ വീഡിയോ കാണുന്ന വാഹനങ്ങളില്ലാത്തവരും അതുപോലെ തന്നെ കാറ് വാങ്ങാനും അതുപോലെ തന്നെ ഒരുപാട് ആഗ്രഹം വെക്കുന്ന ആൾക്കാരുണ്ടാവും. എല്ലാവർക്കും അല്ലാഹു തആല അർഹമായ നമ്മൾ ആഗ്രഹിച്ചതായിട്ടുള്ള നിലക്ക് നല്ല വാഹനങ്ങളും അതുപോലെ തന്നെ സന്തോഷപരമായിട്ടുള്ള ജീവിതം അല്ലാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.